ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഗാർലിക് വീറ്റ് റൊട്ടിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ആക്കുന്നത്. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. ഗാർലിക് വീറ്റ് റൊട്ടി റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു വലിയ മിക്സിംഗ് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മാവ് വിസ്ക് ഉപയോഗിച്ച് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് കലക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് വെള്ളം, 1/2 കപ്പ് മല്ലിയില ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഇതുപോലെ നല്ല ലൂസായിട്ട് തന്നെ കിട്ടണം. കലക്കി വെച്ച മാവ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ റൊട്ടി ചുട്ടെടുക്കാവുന്നതാണ്. ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് നന്നായി ഹീറ്റ് ചെയ്ത ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി 2 തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. റൊട്ടിയുടെ മുകൾ ഭാഗം ഇതുപോലെ കളർ മാറി വരുന്ന സമയത്ത് റൊട്ടി ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ആ സൈഡ് കുക്കായി വരുന്ന സമയത്ത് ഒന്നുകൂടി ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2-3 തവണ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്ത് റൊട്ടി നന്നായി മൊരിയിച്ചെടുക്കണം. ഇങ്ങനെ റൊട്ടി നന്നായി മൊരിയിച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ഓരോ സൈഡും 3 തവണ വീതം കുക്ക് ചെയ്യണം. എന്നാലാണ് നന്നായി ഇതുപോലെ മൊരിഞ്ഞു കിട്ടുന്നത്. റൊട്ടിക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കുമ്പോൾ 1 കപ്പ് ഗോതമ്പ് മാവിന് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബാറ്റർ ഒരുപാട് തിക്കായിട്ടാണ് എടുക്കുന്നതെങ്കിൽ റൊട്ടി കനമുള്ളതായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇതിന് ടേസ്റ്റ് കുറവായിരിക്കും. നല്ല തിന്നായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് 1 കപ്പ് മാവിന് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് മാവ് കൊണ്ട് ഏകദേശം 6 റൊട്ടി വരെ റെഡിയാക്കി എടുക്കാൻ പറ്റും. മല്ലിയിലയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഗാർലിക് റൊട്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇനി ബാറ്റർ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒലിവ് ഓയിലിന് പകരം ബട്ടർ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൊട്ടി കിട്ടും. കൂട്ടുകാർക്ക് ഗാർലിക് വീറ്റ് റൊട്ടിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.